ലോഡ് ആവുന്നേ ഉള്ളൂ. പോരും. Welcome to Dubstep Bluetooth mode. ഹലോ, അപ്പം നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമ്മൾ സെപ്റ്റോന്ന് ഓർഡർ ചെയ്ത ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മേടിച്ചാൽ 20 വാട്ട് സ്പീക്കറാണ് വരുന്നത്. വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്നൊന്ന് ഓർഡർ ചെയ്ത സംഭവമാണ്. അപ്പം എന്താണെന്ന് അറിയില്ല കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3000 ആണ്. ഞാൻ റേറ്റ് എന്താ, നമ്മൾ മേടിച്ച റേറ്റ് എത്രയെന്ന് ഇതിൽ പറയുന്നതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ആണ്. അതുപോലെ നമുക്ക് കോൾ റിസീവ് ചെയ്യാൻ പറ്റും. പിന്നെ വയർലെസ് കണക്ട് ചെയ്യേണ്ട വൈഫൈൻ്റെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. USB പോർട്ട് ഉണ്ട്. ഇതൊക്കെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട്. നമ്മുടെ പാക്കിംഗ് കാര്യമാണെങ്കിലും പിക്ചർ ആണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഒരു അടിപൊളി ലുക്ക് തരുന്നുണ്ട്. നല്ല പ്രീമിയം ലുക്കാണ് മൊത്തത്തിൽ അവർ കാണിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലും പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു മെയ്ഡ് ടു പ്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു അടിപൊളി സംഭവമൊക്കെ എഴുതിയിട്ടുണ്ട്. കുറേ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അറിയില്ല, സെലിബ്രിറ്റീസിനൊക്കെയാണ് തോന്നുന്നു. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. Golden dust upon your skin, this is where the magic clicks in. Floating high on a neon cloud, wanna scream your name out loud. നമ്മുടെ ലുക്ക് വരുന്നത് നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഒരു പേരൊക്കെ കൊടുത്ത് ഡബ്സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ പേരൊക്കെ കൊടുത്ത അടിപൊളി എഴുതിച്ചൊക്കെ ഉണ്ട്. ക്വാളിറ്റി വൈസ് ഒക്കെ നന്നായിട്ടുണ്ട്. സൈഡിൽ ലൈറ്റ് കത്തുന്ന പോലെയൊക്കെ ഒരു സിമ്പിൾ പോലത്തെ ഒരു കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. കത്തുമില്ലേ നമുക്ക് നോക്കാം. പിന്നെ സൈഡിൽ വരുന്ന ബട്ടണാണ് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പ്ലേ ചെയ്യാനുള്ള ബട്ടൺ. ബാക്കിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ, SD കാർഡ് ഇടാനും, USB അങ്ങനെ എല്ലാത്തിനുള്ള. അപ്പോൾ നമ്മൾ ഇത് സൗണ്ട് ബാർ സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. TVൻ്റെ അടിയിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് വെച്ച് കേൾക്കാൻ പറ്റുന്ന സെറ്റപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ സൗണ്ട് ചെക്ക് ചെയ്യണം. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നമ്മുടെ സൗണ്ട് ക്ലാരിറ്റിയും നല്ല സൗണ്ടൊക്കെ ഉണ്ടോ, അതിൻ്റെ ഒരു ബാസ് ഒക്കെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. Welcome to Dubstep Bluetooth mode. ഓൺ ആയിട്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സൗണ്ട് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഇതിന്റെ പറയാനുള്ള ഒരു ആവറേജ് സ്പീക്കർ എന്നേ പറയാൻ പറ്റില്ല. ഒട്ടും മോശമല്ല, എന്നാലും മീഡിയം അങ്ങനത്തെ ഒരു ലെവലേ ഉള്ളൂ. കാരണം ബാസിന്റെ ഒരു കുറവുണ്ട്. വേറൊരു നോർമലി ഒരു സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നോർമൽ സ്പീക്കർ അത്രയേ ഉള്ളൂ. ഇതിന്റെ റേറ്റ് വരുന്ന ഒരു 800ന്റെ താഴെ റേഞ്ചിലാണ് വരുന്നത്. 20 വാട്ട് സ്പീക്കർ നമുക്ക് കുറച്ചും കൂടി ബാസ് പ്രതീക്ഷിച്ചു, പക്ഷെ അത്രയ്ക്ക് ഇല്ല. എന്നാലും ഓക്കെ അങ്ങനെ പറയാം. വേറെ ബ്രാൻഡിന്റെ ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. അത് ഒരു 5 വാട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ആ ഒരു റേഞ്ചിൽ വരുന്നത്. ഇത് 20 വാട്ടിന് വന്നപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ചിൽ കിട്ടിയപ്പോൾ ഒന്ന് മേടിച്ച് നോക്കിയതാണ്. നമുക്ക് അങ്ങനെ വലിയ ഫംഗ്ഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നോർമലി വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ TV ഒക്കെ കാണാനും അതുപോലെ തന്നെ ലാപ്പൊക്കെ യൂസ് ചെയ്യാനൊക്കെ ജസ്റ്റ് നമ്മൾ മൂവിയൊക്കെ കാണുമ്പോൾ വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ വേണ്ടതൊക്കെ സെപ്റ്റോന്ന് ഓർഡർ ചെയ്തത്. കാരണം നമ്മൾ മേടിച്ച സെപ്റ്റോന്നാണ്, പെട്ടെന്ന് എത്തുകയും ചെയ്യും. നമ്മളൊരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ നമ്മൾ ചൂസ് ചെയ്തൊരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഒരു റിവ്യൂ ഒന്നും നോക്കാതെ നമ്മൾ എടുത്ത സംഭവമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ചാർജർ കാണിക്കാൻ വിട്ടുപോയായിരുന്നു. ഇതാണ് ചാർജർ വരുന്നത്. ചാർജർ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ഒരു ആവറേജ് ചാർജർ. പിന്നെ ഒരു കാർഡും ഉണ്ട് അതിൻ്റെ തന്നെ. ഏതൊരു ആക്ടറിന്റെ ഫോട്ടോയൊക്കെയാ തോന്നുന്നു. പിന്നെ ഇത്രയൊക്കെയുള്ള വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ബൈ.